മനുഷ്യർക്കൊപ്പമെന്ന മഹാസന്ദേശമുയർത്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര 4 നാൾ പിന്നിട്ട് 5-ാം നാൾ മാമലകളുടെ നാടായ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ടി സിദ്ദിഖ് എം.എൽ.എ. ഉണ്ട്. മനുഷ്യർക്കൊപ്പം എന്ന മഹാസന്ദേശത്തെക്കുറിച്ച് അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. മനുഷ്യർക്കൊപ്പം എന്ന ഒരു വലിയ സന്ദേശമുയർത്തിയാണ് കാന്തപുരം ഉസ്താദ് ഈ യാത്ര നടത്തുന്നത്. ഈ സന്ദേശത്തെക്കുറിച്ച് എന്താണ്? എനിക്ക് തോന്നുന്നു മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു യാത്ര ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സ്ലോഗൻ വെച്ചുകൊണ്ടുള്ളൊരു യാത്ര കേരളത്തിൻ്റെ പുതിയൊരു അനുഭവമാണ്. ആ പുതിയ അനുഭവം സമ്മാനിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടത്തിന് ഇപ്പം മാൻഹോളിൽ ആരാണെന്നറിയാതെ 2 പേര് മരിക്കുമ്പോൾ കുടുംബത്തിന് 10 ലക്ഷം കൊടുക്കുമ്പോൾ അവിടെ മതം കാണുന്നതായ ഒരു പുതിയ സാഹചര്യത്തിലൂടെ നമ്മുടെ സമൂഹം കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ചർച്ച വരുമ്പോൾ എല്ലാത്തിലും ജാതി വരിക, എല്ലാത്തിലും മതം വരിക, എല്ലാത്തിലും രാഷ്ട്രീയം വരിക, എല്ലാത്തിലും വിഭാഗീയത വരിക. മനുഷ്യനെ വിഭജിക്കാൻ ഏതെല്ലാം മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാമോ ആ നിശ്ചയിക്കപ്പെടുന്ന മാനദണ്ഡങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ കൊണ്ടുപോയി സാമൂഹ്യ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വല്ലാത്ത ഒരു ആസുരതയുടെ കാലഘട്ടമാണ്. അവിടെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഒരു സന്ദേശം കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിച്ച് മുസ്ലിം ജമാഅത്തിൻ്റെ ഈ ജാഥ നയിക്കപ്പെടുന്നത് എന്നതാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ചെറുതല്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നുള്ളതായിരിക്കണം. അവിടെ ഇപ്പോൾ ഈ ഇപ്പോൾ ജാഥ കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായിട്ടുള്ള ഈ യാത്ര വയനാട്ടിലെത്തി നിൽക്കുകയാണ്. കൽപ്പറ്റയിൽ ഈ നിയോജകമണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത്. ഈ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാം മറന്നൊന്നിച്ചവരാണ്. മരിച്ച 298 ആളുകളുണ്ട്. അവിടെ ഒരു വിഭാഗീയതയും നമ്മളാരും കണ്ടിട്ടില്ല. മരണത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നില്ല. പുനരുജ്ജീവനത്തിൽ അവരുടെ അതിജീവനത്തിൻ്റെ പാത വെട്ടിത്തുറക്കാനുള്ള ശ്രമത്തിൽ നമ്മളാരും വിഭാഗീയത നമ്മൾ കണ്ടിട്ടില്ല. ഒന്നിച്ച് കൈപിടിച്ചുയർത്തുന്ന നടപടികളാണ്. അപ്പോൾ ലോകത്തിന് വലിയ സന്ദേശം കൊടുക്കേണ്ട, രാജ്യത്തിന് വലിയ സന്ദേശം കൊടുക്കേണ്ട ഈ കേരളക്കരയിൽ ഇന്ന് ഈ ജാഥ കടന്നു വരുമ്പോൾ വളരെ സങ്കടകരമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്തരേന്ത്യയിൽ നമ്മൾ ഒരു സന്ദർഭത്തിൽ കേട്ടതായ മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ട ഒരു സന്ദർഭമാണ്. അതൊരു പക്ഷേ ബംഗ്ലാദേശിൻ്റെ പേരിൽ ആകാം, അതൊരു പക്ഷേ മുസ്ലിമാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പേരിലാവാം, അതൊരു പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ ഇതും പിടിച്ചുകൊണ്ടുള്ള കപടദേശീയവാദികളുടെ ആക്രമണത്തിലാണ് ഒരു മനുഷ്യൻ പിടഞ്ഞു വരിക്കപ്പെടുന്നത്. അത് ഗൗരവതരമായൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജാഥയുടെ സന്ദേശത്തെ മനുഷ്യർ മുഴുവൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടത്. ഇതൊരു പക്ഷേ കാന്തപുരം ഉസ്താദ് മുമ്പോട്ട് വച്ചിട്ടുള്ള ഈ പ്രമേയം വളരെ ഗൗരവതരമാണ്, അർത്ഥവത്താണ്. സാമൂഹ്യ നിർമ്മിതിയുടെ, മാനവിക നിർമ്മിതിയുടെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേരളം പോലും ആൾക്കൂട്ട കൊലപാതകത്തിലൂടെ പിറകോട്ട് വലിച്ചഴക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സാമൂഹ്യ നിർമ്മിതി അതേപോലെ തുടരാനുള്ള വലിയ ആഹ്വാനമാണ് ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയമായിട്ടുള്ള ഈ കേരള യാത്ര. പല ഘട്ടത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിരവധി കേരള യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു സമുദായ നേതാവ്, അത് 90 പിന്നിട്ട ഒരു വയോധികനായ പണ്ഡിതൻ കേരളത്തിൻ്റെ സമൂഹങ്ങളോട് സംവദിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് കാന്തപുരം ഉസ്താദിനല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമല്ല. എനിക്ക് തോന്നുന്നു 90 വയസ്സ് കഴിഞ്ഞ വയോധികനായ ആത്മീയ പ്രഭയുള്ള നമ്മുടെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ഒരു പണ്ഡിത പ്രമുഖൻ ഈ ഒരു വലിയ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുന്നത്. സത്യത്തിൽ കാന്തപുരം ഉസ്താദിന് അസുഖം ബാധിച്ച് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാൻ പല സമയത്ത് രോഗവിവരം തിരക്കാൻ
നേതൃത്വം എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് സാധിച്ചൊരാൾ. അന്ന് അവിടെ പോയി നേരിട്ട് സംസാരിക്കാൻ എനിക്ക് പല സമയത്തും കുടുംബാംഗങ്ങളോട് അക്കീം ഉസ്താദ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും സംസാരിച്ച് വിവരങ്ങൾ തിരക്കിയിരുന്നു. അന്നൊക്കെ നമ്മൾ വല്ലാതെ പ്രാർത്ഥിച്ചവരും വല്ലാതെ വിഷമിച്ചവരുമാണ്. ഇന്ന് കൽപ്പറ്റയിൽ കാന്തപുരം മൈത്ര ഹോസ്പിറ്റലിൽ വ്രണിത ഹൃദയമായി നിന്നതായിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ഉസ്താദിൻ്റെ കൂടെ യാത്രയിൽ കൽപ്പറ്റയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരത്ഭുതത്തോടു കൂടിയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. ഇത് സർവശക്തനായ നാഥൻ കാന്തപുരം ഉസ്താദിന് കൊടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക, അദ്ദേഹത്തിനും പിന്നെ ഈ സാമൂഹ്യ നിർമ്മിതിയുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നൊരു ഉത്തരവാദിത്തം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ഏറ്റവും വളരെ പ്രാധാന്യമുള്ളതും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. താങ്ക് യു. വയനാടിൻ്റെ മണ്ണിൽ ആവേശകരമായ സ്വീകരണത്തിൻ്റെ സമാപന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വീകരണ വേദിയിൽ നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം എം ബിജിശങ്കർ. waytonikah.com, the exclusive Muslim matrimonial site.